ഇന്ത്യ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ആണ്. 2015 ഇതിൻ്റെ രണ്ടാം ഘട്ട വികസനത്തിന് 8,000 കോടി രൂപയാണ് സർക്കാർ നൽകിയത്. ഇന്ത്യൻ ആകാശത്തിൻ്റെ ഡിജിറ്റൽ മസ്തിഷ്കമാണ് IACCS. എയർഫോഴ്സ്, ആർമി എന്നിവയുടെ റിയൽ ടൈം സ്ട്രാറ്റജിക് ഇൻ്റഗ്രേഷനാണിത്. ഇന്ത്യൻ വ്യോമസേനയുടെ ടെക്നോളജി ഞരമ്പ്, നമ്മുടെ രാജ്യത്തിൻ്റെ ആകാശ അതിരുകളെ മന്ത്രിച്ച് ബന്ധിച്ച 360 ഡിഗ്രി എയർ ഡിഫൻസ് സെക്യൂരിറ്റി. വ്യോമസേനയുടെ നിരീക്ഷണത്തിന് പുറമെ എല്ലാ ഗ്രൗണ്ട് റഡാറുകളും എയർ ഡിഫൻസ് യൂണിറ്റുകളും ലഡാക്കിലെ 13,000 അടി മുകളിലുള്ള ന്യോമ എയർബേസും തിരുവനന്തപുരത്തെ സദേൺ എയർ കമാൻഡും ഉൾപ്പെടെയുള്ള സർവ്വ ഫൈറ്റർ ബേസുകളും AWACS, മിസൈൽ ബാറ്ററീസ്, എയർ ട്രാഫിക് കൺട്രോൾസ്, കമാൻഡ് സെന്റേഴ്സ് തുടങ്ങി സർവ്വസന്നാഹങ്ങളെയും ഒറ്റ ചരടിൽ കോർത്തുവെച്ച ഒരു വെടിക്കെട്ട് സാധനം. വൺ ഓഫ് ദി മോസ്റ്റ് കേപ്പബിൾ ആൻഡ് എക്സ്പാൻസീവ് ഓട്ടോമേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക്സ് ഇൻ ദി വേൾഡ്. ഒരു ശത്രുവിമാനം ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആദ്യമായി കാണുന്നത് ഒരൊറ്റ റഡാറല്ല, രാജ്യത്താകെയുള്ള റഡാർ ശൃംഖല ഒരുമിച്ചാണ്. ചില സെക്കൻഡുകൾക്കുള്ളിൽ അത് എവിടെയാണ്, എത്ര ഉയരത്തിലാണ്, എത്ര വേഗത്തിലാണ്, ഏത് ദിശയിലാണ്, ഏത് ഫൈറ്റർ സ്ക്രാമ്പിൾ ചെയ്യണം, ഏത് മിസൈൽ യൂണിറ്റ് തയ്യാറാകണം, എപ്പോൾ തൊടുക്കണം, ഇവയെല്ലാം ഒരുമിച്ച് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ ആകാശത്തിൻ്റെ ഡിജിറ്റൽ ബ്രെയിൻ. ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന S-400+ ആകാശ് ഉൾപ്പെടെയുള്ള മൾട്ടി ലെയർ എയർ ഡിഫൻസ് ഷീൽഡാണ് ഓരോ നിമിഷവും ഈ രാജ്യത്തിരിക്കുന്ന 140 കോടി ജനങ്ങളെ അതിർത്തി കടക്കാമെന്ന ശത്രുവിൻ്റെ അതിരുകടന്ന അതിമോഹങ്ങളിൽ നിന്ന് രക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. രാജ്യം ലക്ഷ്യമാക്കി വരുന്ന ശത്രുവിമാനത്തെയോ ഡ്രോണിനെയോ ഒരു മിസൈൽ കൊണ്ട് പ്രതിരോധിക്കുന്ന കാലത്തിൽ നിന്ന് പല തലങ്ങളുള്ള എയർ ഡിഫൻസ് നെറ്റ്വർക്കാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോങ് റേഞ്ച്, മീഡിയം റേഞ്ച്, ഷോർട്ട് റേഞ്ച്, പോയിന്റ് ഡിഫൻസ് എല്ലാം വെവ്വേറെ ലെയറുകളായി പ്രവർത്തിക്കും ഒരൊറ്റ ബ്രെയിനിൻ്റെ കീഴിലെങ്കിലും. ഒരാക്രമണമുണ്ടായാൽ ആദ്യ ലെയർ പരാജയപ്പെട്ടാൽ രണ്ടാമത്തേത്, അത് പരാജയപ്പെട്ടാൽ മൂന്നാമത്തേത്, അങ്ങനെ. ഈ ടെക്നോളജി ഇൻ്റഗ്രേഷൻ്റെ വിന്യാസവും അതിലെ മേധാവിത്വവുമാണ് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഇന്ത്യൻ വ്യോമസേനയെ ചൈനയെ പിന്നിലാക്കി ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി അവരോധിച്ചത്.